താമരക്കുളിയിൽ വരുന്നത്. അപ്പം കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ഭാർഗവീ നിലയം പോലെ ഒരു വീടുണ്ട്. ഒരുപാട് മുറികളുണ്ട്. കണ്ട ആരായിരുന്നു പലത് എന്താണെന്ന് മനസ്സിലായത്. ഇവിടെ വെച്ചിട്ടൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. ഹായ്, ദിസ് ഇസ് ഫോർ ആർമി മായ ഫ്രം പത്തനംതിട്ട. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ പാരാസൈക്കോളജി വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരു കാടിനകത്തുള്ള എസ്റ്റേറ്റിൻ്റെ അകത്തും വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിന് പറയുന്നത് കുന്നിക്കോടം എന്നാണ്, കുന്നിപ്പാറ എന്നും പറയും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ കാണുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നടത്തുന്നതിന് മുൻപ് ഇവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഹോം എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് കാണാം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടുവരാം. അപ്പോൾ നമ്മൾ ഈ വീട്ടിലോട്ട് കടക്കുകയാണ്. ഈ വീടിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര വിജനമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ആൾത്താമസമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ കുറച്ച് ദൂരം മാറിയിട്ട് കുറേ ലയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവിടെയുള്ള ആൾക്കാർ ഇവിടെ ആടിനെ മേയ്ക്കാനും പശുവിനെ മേയ്ക്കാനും ഒക്കെ വരുന്നുണ്ട്. അപ്പം അവർക്കുണ്ടാകുന്ന പല അനുഭവങ്ങൾ, അവർ വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന പല അനുഭവങ്ങൾ, ഇതുവഴിയുള്ള വരുത്തുപോക്കൊക്കെയാണ് ഇവിടെ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നതെന്നും പറയുന്നു. അപ്പോൾ ഈ വീടിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ചുറ്റുപാട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. അറ്റാച്ച്ഡായോ അത്രയും മരത്തിനിടുന്ന എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കട്ട മാത്രമേ വിളിക്കുന്നു. എന്തിന് അട്ട ഞാൻ ഈ ലോകത്തിൻ്റെ കീഴിൽ ഒരു ജീവിനെ എനിക്ക് രൂപയില്ല. അതിനും പറ്റിയും അത് ഒറ്റ പേടിയല്ല, ഉറപ്പാണ്. സ്നേഹത്തിൽ കയറുമ്പോഴേ ഒരു സ്മെല്ല് വന്നായിരുന്നു. നമുക്ക് തോന്നുന്നു ഒരു ഫീലിംഗ് പ്ലസ് ആരായിരുന്നു പറയുന്നത് എന്താണെന്ന് മനസ്സിലായത്. ഒരുപോലെ ആടിൻ്റെ ഇല അല്ല അതിൻ്റെ വേര് വാർന്നിറങ്ങിയത് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ ഭിത്തിയുടെ അകം തുളച്ചിട്ടാണ് ഈ വന്നേക്കുന്നത്. അപ്പം കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ഭാർഗവീ നിലയം പോലെ ഒരു വീടുണ്ട്. ഒരുപാട് മുറികളുണ്ട്. വലിയൊരു വരാന്തയുണ്ട്. ഇതൊരു മുറിയാണ്, അതൊരു മുറിയാണ്, ഇതൊരു ഹോളാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മുറിയുണ്ട്, അതിൻ്റെ ബാക്കിലൊരു മുറിയുണ്ട്. പിന്നെ അതും ഒരു ഹോള് പോലെ വലിയൊരു മുറി, അതിൻ്റെ ബാക്കിൽ അടുക്കള, 2 റൂം എന്തോ അറ്റാച്ച്ഡുമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കെട്ടിടം ഏകദേശം 30-40 വർഷത്തോളം പഴക്കമുള്ളത്
ആൾക്കാർ ഈ വരത്തുപോക്കിൻ്റെ പേര് ഇവിടെ ഒരു എനർജി ഉണ്ടെന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഇത് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ എനിക്കിപ്പം ഒരു മുറി കയറിയപ്പോൾ മാത്രം ഒരു ചെറിയൊരു സ്മെല്ലൊരു ഡിഫറൻസ് തോന്നിയത് വെച്ച് വേറെ ഒന്നും ഇതിനകത്ത് ഒന്നും തോന്നിയിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം. പാടാട്ടോ. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. എന്തൊരു സൗണ്ട് കേട്ടായിരുന്നോ? ഇല്ല, ചിലപ്പോൾ വീഡിയോ കിട്ടിക്കാരും നടക്കുന്ന പോലെ സൗണ്ട് കിട്ടും. നമ്മൾ ആ വീടിൻ്റെ ഇപ്പുറ സൈഡും കൂടെ ഒന്ന് നോക്കാം. എനിക്കിവിടെ വെച്ചിട്ടൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് ഫുള്ള് കാടായതുകൊണ്ട് അതായത് കാണാൻ നമ്മൾ ഇപ്പുറത്തെ റബ്ബർ തോട്ടത്തിൽ നോക്കാൻ പോകാം. നമ്മൾ ഈ സൈഡിലോട്ട് വന്നതാണ്. ഇവിടെയാണ് ഒരാളുടെ നടക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടായത്. സൗണ്ട് കേട്ട് അതുപോലെ എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായിരുന്ന ഈ സൈഡിലോട്ടാണ്. ഇവിടെയാണ് കിണറ് കണ്ടത്. ചുറ്റും കാണുന്നില്ല, ഇങ്ങോട്ട് പോകാൻ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് കാറ്റുള്ളത്. ഇത് തന്നെ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ആണ്. ഈ ചുറ്റുപാടൊന്നും ഇല്ല, ഈ ഒരു പ്രദേശത്ത് മാത്രമാണ്. അത് എൻ്റെ കൂടെ വന്ന ആൾക്ക് മനസ്സിലായി കാണും അല്ലേ? നമ്മളിത് കിണറ് കണ്ടു ഇപ്പോൾ നല്ല ആവശ്യമില്ല കേട്ടോ, പക്ഷെ വെള്ളമില്ല. കണ്ട ഈ കാറ്റൊന്നെടുത്ത് ഈ പ്രദേശത്ത് മാത്രം ഞങ്ങൾ ഈ നിൽക്കുന്ന സൈഡിൽ മാത്രമേ ഉള്ളൂ കാറ്റ്. അപ്പം ഞങ്ങളെ കാറ്റുകൊണ്ട് പേടിപ്പിച്ച് ഓടിക്കാനാണോ? ഞങ്ങളെന്തായാലും നിങ്ങളെ ഒന്നും എടുക്കാൻ വന്നതല്ല, ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നതാണ്. ആരെയും പിടിച്ചോണ്ടും പോകുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. ഇവിടെ നിൽക്കുന്നവർക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ, അത് വരും. ഹായ്, അപ്പോൾ ഈ കുന്നിപ്പാറ അല്ലെങ്കിൽ ഈ കുന്നിക്കോട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് മെയിൻ പ്രശ്നം വരത്തുപോക്കാണ്. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നതും ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. 6 മണി സമയത്താണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇടി കുഴങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഈ റബ്ബർ തോട്ടം ഫുള്ള് നോക്കാതെ കാണാം, ഇത്ര ഭാഗത്ത് മാത്രമേ ഉള്ളൂ കാറ്റ് കേട്ടോ.
അപ്പം മനഃപൂർവ്വം എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണെങ്കിൽ അതങ്ങ് വെച്ചേരെ. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ എന്നെ കാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി പേടിപ്പിച്ച് നോക്കാവുന്നുണ്ടെങ്കിൽ എനർജിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അങ്ങനെ പേടിച്ച് പോകുന്ന ഒരാളുമല്ല. എനിവേ നമ്മൾ വന്നത് എന്തിനാണെന്ന്. ഇപ്പോൾ നമ്മളിവിടെ ഒരു വരുത്തുപോക്കുണ്ട്. ആ വരുത്തുപോക്ക് കാരണം ഇവിടെ ആടിനെയും കൊണ്ട് വരുന്നവർ, പശുവിനെയും കൊണ്ട് വരുന്നവരൊക്കെ മൃഗങ്ങളെയൊക്കെ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരും പല രൂപങ്ങളിലെ കാണുന്നു, അവരെയും അടിച്ച് താഴെ ഇടുന്നതൊക്കെ കുറേ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടിനെ ചുറ്റിപ്പറ്റിയാണ് കൂടുതലും നിഗൂഢതകളുണ്ട്. കാരണം ഈ ചുറ്റുവട്ടത്തൊന്നും വേറെ വീടുകളോ എസ്റ്റേറ്റുകളോ ഒന്നുമില്ല. നമ്മൾ കുറേ ദൂരം അങ്ങോട്ട് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങോട്ട് മാറിയിട്ടാണുള്ളത്. അപ്പം ഇവിടെ എന്ത് കാണുന്നു എന്ത് കാണുന്നില്ല എന്നുള്ളതിന് രാത്രി വന്നാലേ നമുക്ക് കൂടുതൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയുടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും എൻ്റെ ചുറ്റിനും തന്നെ ഉണ്ടെന്നാലും എനിക്ക് ആ ഫീൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ വന്നത് ആ ഒരു എനർജിയെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അതിനെ നിലയ്ക്ക് നിർത്താനോ ഒന്നുമല്ല. ഒരു എനർജി ഉണ്ടോ, ആൾക്കാർ പറയുന്നത് സത്യമാണ്, ഇവിടെ ഒരു വരുത്തുപോക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും ഇവിടെ ഉണ്ട്. ഒരു മെയിൽ നെഗറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത്. ആ ഒരു എനർജി ഈ ഒരു വീടിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ആൾക്കാരെ ഒന്ന് ഭയപ്പെടുത്തി ഓടിക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ആൾക്കാരെ അപ്പോൾ അതിനെ കയറി ഉപദ്രവിക്കാൻ വരുന്നവരെ അത് റിയാക്ട് ചെയ്ത് നല്ല രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. ഒരു ആക്രമണ സ്വഭാവമുള്ളൊരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ടൊന്നും എടുത്താൽ മനെ അത് വാതിലിൻ്റെ നേർക്ക് അതിനകത്ത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ പിന്നെ നോക്കണേ.